and Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളുമാണ്. ഇതിന്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. 2 കപ്പ് ഇഡ്ലി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാനാക്കി വെക്കുക. ഒരു 3-3.5 മണിക്കൂർ കൂടുതൽ വെക്കരുത് സോക്ക് ചെയ്യാനായിട്ട്. കാരണം 3.5 മണിക്കൂർ കൂടുതൽ വെക്കുകയാണെങ്കിൽ ആ ഇഡ്ലി റൈസിന് ചെറുതായിട്ടൊരു വളിച്ചൊരു സ്മെല്ല് വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 3.5 മണിക്കൂർ മാത്രം നിങ്ങൾ സോക്ക് ചെയ്യാനാക്കി വെക്കുക. പിന്നെ ഞാനിവിടെ സാധാരണ പച്ചരി വെച്ച് ചെയ്തപ്പോൾ അത്രയ്ക്ക് നന്നായി കിട്ടിയില്ല. അപ്പോൾ ഇഡ്ലി റൈസ് തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 3.5 മണിക്കൂറിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത അരി അത് നമുക്ക് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ആ വെള്ളം സൂക്ഷിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള കണക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. 2 കപ്പ് ഇഡ്ഡലി റൈസിന് ഞാൻ 2 കപ്പ് തേങ്ങ ചുരണ്ടിയതും 1.5 കപ്പ് വെള്ളം, അതായത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിൽ നിന്ന് എടുത്താൽ മതി 1.5 കപ്പ്. പിന്നെ ഇതിൻ്റെ കൂടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ കണക്ക്. അപ്പോൾ ഇത് നമ്മൾ കുറേശ്ശെ ഇട്ട് വേണം മിക്സി അടിച്ചെടുക്കാനായിട്ട്. കാരണം എല്ലാം കൂടിയിട്ട് അടിച്ചെടുക്കുമ്പം അരഞ്ഞ് കിട്ടേയില്ല. അതേപോലെ തന്നെ മിക്സി ചിലപ്പോൾ കേടായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. കുറേശ്ശെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ട് അരഞ്ഞെടുത്തതിന് ശേഷം ഞാനൊരു പാൻ എടുക്കുവാണ്. അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ട് ഞാൻ 4 തവി, ഇതേപോലത്തെ 4 തവി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതേ തവി കൊണ്ട് തന്നെ ഒരു 1.25 തവി ബാറ്റർ, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അതിൽ നിന്നും 1.25 തവി ബാറ്ററും എടുത്തിട്ട് നമുക്ക് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കുറുക്ക് നമ്മൾ ചെയ്യുമ്പം പെട്ടെന്ന്, അതായത് 2 മിനിറ്റിനുള്ളിലൊക്കെ കുറുക്കി എടുക്കുകയാണെങ്കിൽ ഈ അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. എപ്പോഴും സമയം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ കുറുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഈ ഒരു സോഫ്റ്റ് അപ്പത്തിൻ്റെ കീ ആണത്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുക. ഇനി ഒരു 5-6 മിനിറ്റ് ഒക്കെ എടുക്കുക അറ്റ്ലീസ്റ്റ്. ഓക്കെ കേട്ടോ, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. അടി പിടിക്കാനും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ അത്യാവശ്യം കുറുകി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാനാക്കി മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലോട്ട് വീണ്ടും നമ്മൾ ഈ കുറുക്കി വെച്ചിരിക്കുന്ന തണുത്ത കുറുക്ക് നമുക്ക് ചേർത്ത് ഒന്നും കൂടെ നമുക്ക് അടിച്ചെടുക്കാം. പക്ഷേ ഈ സമയത്ത് നമ്മൾ അടിച്ചെടുക്കുമ്പം ഇതിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഞാനിപ്പോഴും കുറച്ച് കുഴിയുള്ള പാത്രം, അതായത് കുറച്ച് ഹൈറ്റുള്ള പാത്രത്തിൽ ഒഴിച്ചു വെക്കാൻ ഞാൻ പറയും. കാരണം അത് പൊന്തി വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തോട്ടായി പോകും, അതുകൊണ്ടാണ്. അപ്പം അതിലോട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് നമുക്ക് മൂടി വെക്കാം. എവിടെയെങ്കിലും ഒരു വാം ആയിട്ടുള്ളൊരു സ്ഥലത്ത്. ഓക്കെ, ഇപ്പം നമ്മൾ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു 3.5 മണിക്കൂർ മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. 3.5-4 മണിക്കൂർ മാക്സിമം. തണുപ്പുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ കൂടുതൽ വരും. അപ്പോൾ നിങ്ങൾക്കറിയാം, തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓവൻ്റെ അകത്ത്, ഓഫ് കോഴ്സ് ഓഫ് ചെയ്തിട്ടുള്ള ഓവൻ്റെ അകത്തായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊന്തിക്കിട്ടും. 3.5 മണിക്കൂറിന് ശേഷം നന്നായിട്ട് എനിക്ക് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. കുടിവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാരണം ഈ മാവ് ഇച്ചിരി കട്ടിയുണ്ട്. പൊന്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ അത് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളമല്ല ഞാനിപ്പം ഒഴിക്കുന്നത്. എക്സ്ട്രാ സാധാരണ കുടിക്കുന്ന വെള്ളമാണ്. സോക്ക് ചെയ്യുന്നതും കുടിക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ആ വെള്ളം പിന്നീടിട്ട് തിളപ്പിക്കാനൊന്നും പോകണില്ലല്ലോ. കാരണം നമ്മൾ ആ സോക്ക് ചെയ്യുന്ന വെള്ളമാണ് ആദ്യമേ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് അത് ഉപയോഗിക്കേണ്ട, കാരണം ഇത്രയും മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് അത് ചിലപ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ വെള്ളം ഇതിലോട്ട് പിന്നെ ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം. കാരണം ദോശമാവ് പോലെയൊന്നും ആകരുത്. നല്ല ലൂസായിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ലേസായിട്ടുള്ള അപ്പം കിട്ടുള്ളൂ.
അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. സാധാരണ നമ്മുടെ അപ്പച്ചട്ടിയിൽ അത്യാവശ്യം ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. ഇതേപോലെ ഒരു തവി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് അനുസരിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ ലേസ് ഒന്ന് ബ്രൗൺ കളറായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് അധികം ബ്രൗൺ കളർ വേണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. പഞ്ചസാരയുടെ അളവ് കൂട്ടുവാണെങ്കിൽ ഇങ്ങനെ അറ്റം ലേസ് നല്ല ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഞാൻ ചേർത്ത പഞ്ചസാരയുടെ കണക്ക് കറക്റ്റാണ് ബ്രൗൺ ആയിട്ട് വരാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ അവസാനം ഒഴിക്കാൻ പറഞ്ഞാലും ആദ്യം ഒരു 3/4 കപ്പ് ഒഴിച്ചൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. മിക്കവാറും 1 കപ്പ് തന്നെ വേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആ ലേസ് കിട്ടുള്ളൂ. പക്ഷെ ഒരു അപ്പം ചുട്ട് കഴിയുമ്പോൾ തന്നെ ലേസ് വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിക്കുക. അങ്ങനെ കൂടാണ്ട് പതുക്കെ ഒഴിച്ചു കൊടുത്ത് വേണം നിങ്ങളിത് ചെയ്തെടുക്കാനായിട്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ ഇൻസ്റ്റൻറ്റ് അപ്പം അതിനേലൊക്കെ ടേസ്റ്റിയാണ് ഇതേപോലെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് എൻ്റെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.